പ്രധാനമായിട്ടും നമുക്ക് 2 തരത്തിലുള്ള ആളുകളെ കാണാൻ പറ്റും. ഒന്നാമത് പറയുന്ന ആളുകൾ എന്ന് പറയുന്നത് ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകളായിരിക്കും. രണ്ടാമത്തെ ആളുകൾ ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള ആളുകളായിരിക്കും. ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്നറിയോ? അവരെപ്പോഴാണെങ്കിലും കംഫർട്ടബിൾ സോണിൽ ഇരിക്കാൻ അവർ ശ്രമിക്കില്ല. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ കംഫർട്ടബിൾ സോണിനെ അവരെപ്പോഴും ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ ലക്ഷ്യത്തെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഏത് പണിയെടുക്കാൻ വരെ തയ്യാറാണ്. ആളുകൾ ക്രിട്ടിസൈസ് ചെയ്താൽ പോലും അത് അവരുടെ പോരായ്മയാണെങ്കിൽ അത് നികത്തിയിട്ട് അതിനെ പോസിറ്റിവിറ്റി ആക്കി മാറ്റാനുള്ള മൈൻഡ് സെറ്റായിരിക്കും അവർക്കുണ്ടാവുക. രണ്ടാമത്തെ അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ കഴിവുകളിലായിരിക്കും അവരെപ്പോഴും ഫോക്കസ് ചെയ്യുക. ഏതൊരു മനുഷ്യനും ഒരു കഴിവോട് കൂടെ ആയിരിക്കും ജനിച്ചിട്ടുണ്ടാവുക. ആ കഴിവിൽ ഫോക്കസ് ചെയ്തിന് അതിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ചെയ്തു തീർക്കുക എന്നതായിരിക്കും അവർക്ക് പണി ഉണ്ടാവുക. മൂന്നാമത്തെ ഒരു കാര്യം അവരുടെ പ്രത്യേകത വെച്ചാൽ അവരുടെ സർക്കിളിൽ എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യുന്ന അവരെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മെൻറ്ററെങ്കിലും ഉണ്ടാവും. അപ്പം അവരുടെ വളർച്ചയെ ഉതകുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവരെപ്പോഴും സെറ്റ് ചെയ്തുകൊണ്ട് പാകപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും ഡിസ്കംഫർട്ടബിളായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അവരുടെ കംഫർട്ടബിൾ സോണിനെ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കില്ല. അവരെങ്ങനെയാണോ അങ്ങനെ പോയാൽ മതി എന്നൊരു മൈൻഡ് സെറ്റാണ് ഉണ്ടാവുക. ഇനി അവരുടെ കഴിവുകളെക്കുറിച്ച് അവർക്ക് ബോധം ഉണ്ടാവില്ല, പകരം അവരുടെ കഴിവുകേടുകളെക്കുറിച്ച് പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് അവരതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും അതിന് മാത്രം ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്നുണ്ടാവും. അവരുടെ ചുറ്റുള്ള ഒരു പീപ്പിൾസ് അവരെന്തെങ്കിലും അവരുടെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളത് ചെയ്തു നോക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയോ ആക്കി നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിനൊക്കെ ക്രിട്ടിസൈസിങ് ചെയ്താണ്, അത് നെഗറ്റീവാണ്, അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് ബാക്കോട്ട് അടിക്കും. അവരെന്താണോ മുന്നോട്ട് പോകുന്ന കാര്യം അതിൽ നിന്ന് ബാക്ക് അടിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. നമ്മളെപ്പോഴും ഗ്രോത്ത് മൈൻഡ് സെറ്റിന് ഉടമകളാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുണം കൂടെ നമുക്ക് കിട്ടും. നമ്മുടെ മൈൻഡിനെ എപ്പോഴും പീസായിട്ട് നിലനിർത്താൻ സമ്മതിക്കും. സമാധാനപരമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. നമ്മളെ മൈൻഡിൽ ഏത് അവസ്ഥ വന്നാലും ഏത് സിറ്റുവേഷൻ വന്നാലും ഈസി ആയിട്ട് അതിനെ ഓവർകം ചെയ്യാൻ കഴിയുകയും നമ്മളുടെ യാത്ര നമ്മൾ ഈസി ആയിട്ട് തുടർന്നു കൊണ്ടേയിരിക്കുകയും എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഗ്രോത്ത് മൈൻഡ് സെറ്റിന് ഉടമകളാകാൻ ശ്രമിക്കുക. കീപ്പ് ഇറ്റ് അപ്പ്. താങ്ക് യു ഓൾ.